ഇത് ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സിന് വേണ്ടിയുള്ള പടമാണ്. റിയൽ ലൈഫ് ഞങ്ങളുടെ ശരിക്കും ഞങ്ങൾ പടമല്ല, ഞങ്ങളുടെ ജീവിതമാണ് അവിടെ കണ്ടത്. അറിയാൻ എനിക്ക് സന്തോഷത്തിലായി ഞാൻ ഭയങ്കര. ഡൂക്കിലി പടങ്ങളൊക്കെ വരുന്നതിനിടയ്ക്ക് ഒരുപാട് പണിയെടുത്ത് നല്ല കഷ്ടപ്പെട്ടിട്ടുള്ള പടം. അത് കാണാൻ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും. ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. പടം നല്ലതെന്ന് അറിയുമ്പോൾ അതിലപ്പുറത്തായി, പ്രതീക്ഷിച്ചപ്പുറത്തായി പടം. ഈ സിനിമയുടെ ആവാൻ തന്നെ കഴിഞ്ഞത് വളരെയധികം പ്രൗഡാണ്, വളരെ ഹാപ്പിയാണ്. ഇത് ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സിന് വേണ്ടിയുള്ള പടമാണ്. ചിതു, സുഷിൻ, ഷൈജുക്ക ആൻഡ് ദ ബോയ്സ്, ഓൾ ഓഫ് us, ആർട്ട് ഡയറക്ടർ രാജൻ ചേട്ടൻ, എല്ലാവരും ഞങ്ങൾ കഴിഞ്ഞ 2-2.5 വർഷത്തെ കഷ്ടപ്പാടാണ്. അപ്പോൾ എല്ലാവരും പടം കാണണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വർക്ക് ചെയ്ത പടമായതുകൊണ്ട് നമുക്ക് എന്തോ പറയേണ്ടത് അറിയത്തില്ല. പക്ഷെ എല്ലാവരും പടം കാണുക എന്നുള്ളൊരു റിക്വസ്റ്റാണ്. പിന്നെ ദിസ് ഇസ് ഫോർ ദി ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സ്. എല്ലാവരും പടം കാണണം. അതാ എനിക്കറിയാൻ എനിക്ക് സന്തോഷത്തിലായി ഞാൻ ഭയങ്കര എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എൻ്റെ സന്തോഷത്തിൽ അത് വളരെ അതെന്ന് വെച്ചാൽ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു ഇത്ര നാളും. ആ ചെയ്തത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാനുള്ള ഷൂട്ട് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാവരും നമ്മളോട് നല്ല കെയറിങ് ആയിരുന്നു. എല്ലാം നല്ല ഒരു അമ്മയെ കാണുന്ന അതിൽ ചേർത്ത് നിർത്തുമായിരുന്നു. അമ്മ എന്നുള്ള രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ആ സമയം കരച്ചിൽ നിർത്താൻ പറ്റിയില്ല. നമ്മളിങ്ങനെ അത് ആയിട്ട് ആ കഥാപാത്രമായിട്ട് കരച്ചിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരും വന്ന് നമ്മൾ ആശ്വസിപ്പിച്ചാണ് പിന്നെ ആ കരച്ചിലൊക്കെ നിർത്താൻ പറ്റും. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ കഥ പറഞ്ഞവർ അപ്പോൾ ആ ഒരു ഈ ചേച്ചിയുടെ മകനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന സീനിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരു പച്ച ഷർട്ട് ഇട്ട ഒരാൾ നോക്കിപ്പോണ്ട്, അത് ഞാനാണത്. ഞാൻ ഈ തൃപ്പൂണിത്തറ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ പടത്തിലുള്ള ആളാണ്. പിന്നെ ചെറിയ സീൻ കേട്ടോ, മാത്രം ഫേമസ് ഒന്നുമല്ല. ഞാൻ മറിമായത്തിലൊക്കെ അല്ലേ. പക്ഷേ ഈ ചേച്ചി ആ സീനിൽ എന്നെ ശരിക്കും എടുത്ത് കാണിച്ചു. അത് വളരെ ഒന്നാമത് മനസ്സ് കണ്ണ് നിറഞ്ഞിരിക്കുന്ന പടം. എൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ കണ്ടപ്പോൾ ഒന്നും കൂടെ നമ്മളെ കാണുമ്പോഴേ ഞാൻ അമ്മയുടെ ഭയങ്കര ഫാനാണ്. ഹോസ്റ്റലറിൽ ഭയങ്കര നല്ലൊരു വീഡിയോയായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച സിനിമയാണ് ഈ മഞ്ഞുമ്മൽ. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കണ്ടപ്പോൾ. അത് ഉറപ്പായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് വെയിറ്റിംഗ് ആയിരുന്നു. ഈ പടം റിലീസാവാൻ വെയിറ്റിംഗ് ആയിരുന്നു. ഈ സംഭവങ്ങളൊക്കെ അറിയാം. ഇൻഡസ്ട്രിക്കകത്ത് തന്നെ എല്ലാവരും ഭയങ്കര പറയുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. പടം നല്ലതെന്ന് അറിയുമ്പോൾ അതിലപ്പുറത്തായി, പ്രതീക്ഷിച്ചപ്പുറത്തായി പടം. ഗംഭീരവർക്ക് വീട്ടിലും പോയി നല്ല പടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഡൂക്കിലി പടങ്ങളൊക്കെ വരുന്നതിനിടയ്ക്ക് ഒരുപാട് പണിയെടുത്ത് നല്ല കഷ്ടപ്പെട്ടിട്ടുള്ള പടം. അത് കാണാൻ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും. ഞാനിതിൻ്റെ ടൈറ്റിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറി ബോർഡ്, കൺസെപ്റ്റ് ആർട്ടല്ല അതിൻ്റെ ഐഡിയ. ജസ്റ്റ് നമുക്ക് ഒരു എന്താ പറയുക, ഒരു ക്ലബിൻ്റെ പേരല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മഞ്ഞുമ്മൽ ബോയ്സ് കുറച്ച് പയ്യന്മാരുടെ പരിപാടി പറയുന്നൊരു പേരായിരുന്നു. അപ്പോൾ അതിൽ കൈ കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടിയില്ല എപ്പോഴും ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ. അപ്പോൾ ആ ഐഡിയ വെച്ചിട്ടാണ് അതിൻ്റെ പിടിച്ച് കയറുന്ന കണക്ക്, അതിൻ്റെ വഴിയിലിങ്ങനെ പിടിച്ച് കയറുന്ന കണക്ക് ചെയ്തത്. നല്ല പടമാണ്, എല്ലാവരും കാണാം. റിയൽ ലൈഫ് ഞങ്ങളുടെ ശരിക്കും ഞങ്ങൾ പടമല്ല, ഞങ്ങളുടെ ജീവിതമാണ് അവിടെ കണ്ടത്.